ഞാൻ പാട്ട് പാടണമെന്ന് വലിയ ആഗ്രഹമുള്ള ആളാണ്. സിനിമയിൽ പാടിയല്ലോ, സിനിമയിൽ പാടിയല്ലോ. അതെ, ശാസ്ത്രീയമായി പഠിച്ചിട്ടുണ്ടോ? അവൻ കുറച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അവൻ ക്ലാസ്സിനൊക്കെ ഇരുന്നിട്ടുണ്ട്, ക്ലാസിക്കല്. അവനെ വീട്ടിൽ വന്നിട്ട് ഒരു മാഷ് പഠിപ്പിക്കുന്നു. അതായത് ഞങ്ങൾ എല്ലാരും താഴെ ക്രിക്കറ്റ് കളിക്കായിരിക്കും. ഇതൊരു കഥയുണ്ട്. പൂക്കോടെ നമ്മുടെ വീടിന്റെ താഴെ ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കുക. അപ്പൊ ഇവന്റെ മാഷ് വരും. എന്താ എന്റെ ഉദ്ദേശം? അപ്പൊ മാഷ് മുകളിൽ എത്തിക്കഴിഞ്ഞാല് പിന്നെ ഇവന് മാത്രമാണ് ക്ലാസ്. ഞാൻ തലശ്ശേരിയില് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മ്യൂസിക്കിലാണ് പഠിക്കുന്നത്. എന്നിട്ട് അപ്പൊ ധ്യാനിന് മാത്രം സ്പെഷ്യൽ ക്ലാസ് ആണ്. മാഷ് വന്നിട്ട് എടുക്കും. അപ്പൊ ഇവൻ അപ്പൊ സ്പെഷ്യൽ ക്ലാസ് അല്ല, അത് ഇമേജ് ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് അവൻ പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് സംഭവം നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. അതല്ല, നീ ഒന്ന് കേക്ക്. നീ കേക്ക്. അപ്പൊ നമ്മള് ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കുകയാണ്. ധ്യാന് ഭയങ്കര സങ്കടത്തിൽ പഠിക്കാൻ വേണ്ടിട്ട് മുകളിൽ പോകും. 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും അമ്മ വന്നിട്ട്, അപ്പൊ നമ്മളൊരു 10-12 പിള്ളേര് ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കുക. നിങ്ങളുടെ ശബ്ദം കാരണം ധ്യാനോട്ടിന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ശാസ്ത്രീയ പാവപ്പെട്ട മാഷാണ് സ്വയം ശപിച്ചിട്ട് ക്ലാസ്സിന് വരുന്ന പുള്ളി. ഇവനെ ഞാൻ പഠിപ്പിക്കുകയും വേണം. അയാളുടെ എന്റർടൈൻമെന്റ് ഈ പുറത്തുനിന്നുള്ള ശബ്ദം. ഇവന് നമ്മൾ കളിക്കരുത്, അത്രേ ഉള്ളൂ. ആഞ്ജനേയ സ്വാമി എവിടെ എത്തേണ്ട ആളാ നിങ്ങൾ? ക്രിക്കറ്റ് കളിച്ച് ഒരു കരിയർ നശിപ്പിച്ചില്ലേ? അതെ, അവന്റെ ഫേവറേറ്റ് സോങ് ഹരിമുരളീരവ. ശരിയാണ്, ഒരുത്തനെ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം മനഃപൂർവ്വം കേട്ടോ. അവനൊരു നല്ലൊരു ഗായകനൊക്കെയാണ്. അവന്റെ സ്വന്തം ചേട്ടനാണ് അവന്റെ ചിറകുകൾ വെട്ടിമാറ്റിയത്. ക്രിക്കറ്റ് കളിച്ച് എന്നിട്ട് ഇവര് വല്ല സച്ചിൻ തെണ്ടുൽക്കർ ആയോ? അതുമില്ല. സ്വാഭാവികം. ഇവിടെ തന്നെയാണ്. ആയിക്കോട്ടെ, ഇനി യാതൊരു പറ്റില്ല. അവൻ എന്റെ ജീവിതത്തിൽ ഞാൻ പടം പ്രൊഡ്യൂസർ, അവനായിരിക്കും ഗായകൻ. പിന്നെ അവൻ ഗായകനാവൂല. ആക്കിയതാണല്ലേ? ആക്കിയ പോലെയാണ്. അത് അവനൊരു ബ്രേക്ക് ആയിരിക്കും. പിന്നെ ഇല്ല. എനിക്കിത് എന്തിന്റെ കേടായിരുന്നു. പോയി. അതായത് നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിക്ക് ഒരു സഡൻ ബ്രേക്ക്. എന്നാലും എന്താണ് ധ്യാനില്ലാത്ത? ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു റോള് ധ്യാനിന് വേണ്ടിട്ട്? പല റോളിലും എനിക്ക് ധ്യാനം കാണാൻ പറ്റുന്നു. എനിക്ക് ധ്യാനെ കാണാൻ പറ്റുന്നുള്ളൂ. എന്റെ റോളും ധ്യാനിനെ പറ്റുള്ളൂ നിങ്ങൾ പറ. അതവൻ കുറച്ചും കൂടെ നന്നായി ചെയ്ത. ഇത് ഞാനും ബേസിലും കൂടെ ബേപ്പൂർ ഫെസ്റ്റിന് ഒരുമിച്ച് പാടി. ആ, നമ്മളൊരു പൊളിച്ചായിരുന്നു. ഇതൊക്കെ എന്ത്? ഏത് പാടി? നരൻ. ഇവന്റെ മൈക്ക് ഇവിടെ ആയിരുന്നു. ഞാൻ പോകുന്നു. ബൈ ബൈ.